ഇവിടെ നമ്മുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. ഇത് കോഡ് എ ബി ആൻഡ് സി ഡി ആർ ഇന്റർസെക്ട് അറ്റ് ദ പോയിന്റ് പി. അതായത് ഈ എ ബി എന്ന് പറയുന്ന കോഡും ഡി സി എന്ന് പറയുന്ന കോഡും ഈ സർക്കിളിനകത്ത് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് പി എങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കോഡ് ഇന്റർസെക്റ്റിംഗ് വിത്തിൻ ദ സർക്കിൾ ആണെങ്കിൽ ദ പാർട്സ് ഓഫ് ദ കോഡ്സ് ആർ ഈക്വൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇവിടെ ഇത് ഏതിനോട് ഈക്വൽ ആയിരിക്കും? പി എ ഇൻറ്റു പി ബി, അതായത് പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി ആയിരിക്കും. അത് നമ്മുടെ റൂളാണ്. അതായത് നമ്മൾ ഒരു കോഡിനകത്ത് രണ്ട് കോഡ്സ് ഒരു സർക്കിളിനകത്ത് ഇന്റർസെക്റ്റ് ചെയ്യുവാണെങ്കിൽ അതിന്റെ പാർട്സുകളെല്ലാം ഈക്വൽ ആയിരിക്കും. അപ്പൊ പി എ ഇൻറ്റു പി ബി എന്ന് പറയുന്നത് പി ഡി ഇൻറ്റു പി സിക്ക് തുല്യമാണ്. ഇത് നമുക്കറിയാം. ഇനി നമുക്ക് ഇവിടെ എന്തൊക്കെ തന്നിട്ട് നോക്കാം. പി എ തന്നിട്ടുണ്ട്, ആ പി എ അങ്ങനെ എഴുതുക, ദാറ്റ് ഈസ് ഈക്വൽ ടു 6 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് തന്നേക്കുന്നത് പി ബി തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു 4 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. 4 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. പി ഡി തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു 3 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഈ ക്വസ്റ്റിനകത്ത് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഇത് 3 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. പി എ ആണ്, പി എ നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 6 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. പി ബി നമുക്ക് 4 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പി സി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മുടെ ഇക്വേഷനിലേക്ക് നേരെ കൊടുത്താൽ പോരെ? അപ്പൊ ഇക്വേഷനിലേക്ക് കൊടുക്കുമ്പോൾ എന്ത് വരും മക്കളെ? പി എ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 6, പി ബി എന്ന് പറഞ്ഞാൽ 4, പി സി നമുക്ക് അറിയാൻ പാടില്ല, പി സി അറിയത്തില്ല, പി എന്ന് പറഞ്ഞാൽ 3. അപ്പൊ നമ്മൾ പി സി എന്ന് പറയുമ്പോൾ 6 × 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. ഈ 3 ഇതിന്റെ താഴേക്ക് പോകും, ബൈ 3 വരും. അപ്പൊ 24/3 വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 8 സെന്റിമീറ്റർ വരും. അപ്പൊ നമ്മുടെ പി സിയുടെ അളവ് എന്ന് പറഞ്ഞാൽ എത്രയാവും? 8 സെന്റിമീറ്റർ.